ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ മൈസൂർ മസാല ദോശയാണ് കേട്ടോ. നല്ല കാരമുള്ള ഒരു ചട്നിയും അതിൻ്റെ കൂടെ ഒരു മസാലയൊക്കെ ആയിട്ട് ഒരു അടിപൊളി വെറൈറ്റി ദോശയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവർക്കും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പം അതിനായിട്ട് ആദ്യം ചട്നിയാണ് വേണ്ടത്. അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തണുപ്പായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് ഒരു 7 ചുവന്ന മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഈ മുളകൊന്ന് ആദ്യം സോട്ടാവട്ടെ. നല്ല എരിവുണ്ടാവണം കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് 3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി കടലപ്പരിപ്പിനെ നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. കടലപ്പരിപ്പും ആ വെളുത്തുള്ളിയും നമ്മുടെ മുളകും ഒക്കെ നല്ലവണ്ണം വറുത്തെടുക്കണം. ഈ മുളകിന് എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ മുളകിൽ 6-7 ഇട്ടത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാട്ടോ. പൊതുവേ ഈ മൈസൂർ മസാല ദോശയുടെ ചട്നി നല്ല എരിവായിരിക്കണം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് ഒനിയനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒനിയൻ നന്നായി ഒന്ന് ചെറുതായി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു ടൊമാറ്റോ കേട്ടോ, ചെറുത് മതി. അതിനെയും ഇട്ട് വഴറ്റാം. അതൊന്ന് ചൂടായി വന്നാൽ മതി. ടൊമാറ്റോൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അത് നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാൽ ആ തേങ്ങയുടെ സോഫ്റ്റ്നെസ് ഒന്ന് പോവുകയും വേണം. നന്നായി ഒരു 5 മിനിറ്റോളം നമുക്ക് ചെയ്തു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ട് നമുക്കിത് ഏകദേശം ഓഫ് ചെയ്യാറാവുന്നുണ്ട്. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇത് നല്ല വെറുതെ ഇഡ്ലിയുടെ കൂടെയോ ദോശയുടെ കൂടെ കഴിക്കാനും പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇനി ഇത് വെള്ളമില്ലാതെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. ഞാനതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പം ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിനെ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മസാല ഉണ്ടാക്കിയെടുക്കാം. ഇനി പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തണുപ്പായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്ന് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഉഴുന്ന് പരിപ്പ് കരിയരുത് കേട്ടോ. ഒരു 3 ചുവന്ന മുളകിനെയും കൂടി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കേട്ടോ. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒനിയനും കൂടി ചോപ്പ് ചെയ്തത്, ഒനിയനെ ഒന്ന് ഹാഫ് ചെയ്ത് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒനിയൻ നന്നായി സോട്ടാവുന്നവരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഒനിയൻ്റെ സോഫ്റ്റ് ആയി തുടങ്ങി, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/8 ടീസ്പൂണോളം മതി. മഞ്ഞൾപ്പൊടി ഒരു കളറിന് മാത്രമാണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് എരിവ് പാകമാണെങ്കിൽ അതിൽ ചില്ലി ഫ്ലേക്സ് ഇടണമെന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ വെള്ളം പോരായെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഈ പൊട്ടറ്റോ ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ്. ഇനി ഇതിനെ നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് അതിൻ്റെ കൂടെ യോജിപ്പിക്കാം. ഫുള്ളായി സ്മാഷ് ആവരുത്, ഇടയ്ക്ക് കടിക്കാനുള്ള പീസസും കിട്ടണം. ഇനി ഇതൊന്ന് കിടന്ന് ഒരു 5 മിനിറ്റോളം നന്നായി ഈ മസാലയിൽ ഇത് കിടന്നൊന്ന് വേവട്ടെ. നമുക്കതിനായി ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായി തിളച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വാട്ടറി ആണെങ്കിൽ തോന്നുമെങ്കിലും ഇത് വാട്ടറി ആയിരിക്കില്ല. കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ടൈറ്റായി പോവും. ഈ ബാജി നിങ്ങൾക്ക് പൂരിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ തന്നെ ഈ മസാല കഴിക്കാൻ പറ്റും. ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് മൈസൂർ മസാല ദോശ ഉണ്ടാക്കാം.
അപ്പം നമ്മുടെ മൈസൂർ മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നല്ല ചൂടായ ദോശക്കല്ലിക്ക് ദോശ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് തിന്നല്ല ഒരുപാട് തിക്കോ അല്ലാത്ത രീതിയിൽ വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഗീയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് സ്പൈസി ആയിട്ടുള്ള ആ ചട്നിയാണ് ഒന്ന് തേച്ച് കൊടുക്കേണ്ടത്. എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ തേച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഞാനിതിൽ ഫുഡ് കളറും ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് റെഡ് കളറിലില്ലാത്തത് കേട്ടോ ചട്നി. പക്ഷെ നല്ല എരിവുണ്ട് ഈ ചട്നിക്ക്. ഒരുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുക്കുക. ഈ ദോശ ചട്നിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ പൊട്ടറ്റോ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ മസാല ആ ദോശയുടെ ഒരു ഹാഫ് പോർഷൻ നിന്നാണ് ഇട്ട് കൊടുത്ത് അതും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാഫിൽ സ്പ്രെഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്കതിനെ ഫോൾഡ് ചെയ്തൊരു 2 സെക്കൻഡ് വെക്കാം. ഇനി മറിച്ച് ഒന്നും കൂടി ഇടാം. അപ്പം നമ്മുടെ അങ്ങനെ മൈസൂർ മസാല ദോശ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഹെൽത്തിയും നല്ല ഫില്ലിങ്ങുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ദോശയാണെങ്കിലും ഇതൊരു വേറെ ലെവൽ ദോശ തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കൂ. ബൈ.